അപ്പൊ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ അശ്വതിന്റെ എത്രാമത്തെ പറഞ്ഞാലും ഷബീറ 41ാമത്തെ പിറന്നാളാണ്. 42ലേക്ക് കാല് വെക്കുന്ന ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ ഒരു ആഘോഷം കൂടിയുണ്ട്. നമ്മള് ചെറിയൊരു കേക്ക് അപ്പൊ നമ്മളെ കസ്റ്റമർ നമ്മള് രമേശ് ആണ്ടൊക്കെ ഉണ്ട്, പിന്നെ മോളുണ്ട്, മക്കളുണ്ട്. അപ്പൊ എല്ലാരും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അശ്വതി ആണെങ്കില് ഇതിന്റെ മുകളിൽ ആരോ 43 ഇല്ലല്ലേ, നേരത്തെ പറയും 43 അശ്വതി കേക്ക് മുറിക്കാൻ വേണ്ടി ഒരു മടിയാ. അശ്വതി എന്താ പറയുക കൂടെ. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട അശ്വതി കേക്ക് മുറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ എല്ലാരും പാപ്പ ഇതാ നമ്മള് ശ്രുതി. യെസ്, ഓക്കെ. അപ്പൊ നമ്മളെ സ്റ്റാഫ് ഇന്ന് ആരാ ലീവ്? ഇന്ന് ഒരാൾ ലീവ് കേട്ടോ, വിജയ് ലീവാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. ശാലി നേരത്തെ റെഡി ആയിരുന്നല്ലോ. ശാലി ഇന്ന് എന്തെല്ലോ സർപ്രൈസ് ആക്കാനും പറ്റിയ ശാലിനല്ലേ? മെസ്സേജ് അല്ലേ? സർപ്രൈസ് നമുക്ക് നാളെ ഉണ്ടാക്കിയിട്ട് കേട്ടാ മതി. എന്നാ പിന്നെ നോക്കിക്കൂടെ രാഹുല്? ശരി. രമേശ് ചേട്ടൻ വന്ന ദിവസം എന്തായാലും വളരെ നല്ല ദിവസമാണ്. കേക്ക് മുത്തി അപ്പോൾ നമ്മൾ അശ്വതിന്റെ കേക്ക് മുറി ചടങ്ങ് കഴിഞ്ഞ് കുറെ കസ്റ്റമറുകളുണ്ടായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി. അശ്വതി എന്താണ് ഈ പിറന്നാളായിട്ട് പറയാനുണ്ട്? എനിക്ക് നമ്മള് വീഡിയോ കാണുന്നവരൊക്കെ സന്തോഷം മാത്രമേ പറയാനുള്ളൂ. കേക്ക് വേറെ ശാലി എനിക്കൊന്നും പറയണ്ടതാ. അശ്വതി 100 കൊല്ലം കൂടി ജീവൻ കിട്ടുന്നത് ശാലിനിയുടെ ആഗ്രഹം അല്ലേ? അല്ല, ഇതിൽ ശാലിനി കുറച്ച് സാധനം കൊണ്ടുവരണ്ടേ? സോറി, ശാലിനി നമ്മളെ ഷാമില നോമ്പ് തുറക്കൂടി നമ്മളെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് നല്ല മുട്ട. അപ്പൊ ഇതൊക്കെ കടിച്ച ശാലിനിയാ? മറ്റേ ഉന്നക്കായും പിന്നെ കല്ലുമ്മക്കായലുണ്ട്. ആരോ കൊണ്ടുവന്നപ്പോ തന്നെ അതിനകത്ത് നുള്ളി കേട്ടോ. അക്ഷയാവന വഴി. അക്ഷയ് എന്ത് സാധനം കൊണ്ടുവന്നാലും ആദ്യം കൈവെക്കുന്നവനെ പോയിട്ടൊരു മാന്തല് മാന്തും എന്നാണ് കേട്ടാ. അക്ഷയ്ക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അക്ഷയ് നമ്മുടെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അക്ഷയ നമ്മളെ അക്കൗണ്ടിങ്സ് കാര്യങ്ങൾ കൈകാര്യം അക്ഷയാണ്. ഇത് പുതിയ ആള് ശുക്രല്ല, ഏത് ചെല്ലപ്പേരാണ്. ഷെബീറിന്റെ അറിയാലോ, ഷെബീർ പിന്നെ ആക്ടിങ് ഹീറോ. പിന്നെ നമ്മളെ ശ്രീന, പിന്നെ റാസ്പുടി, പിന്നെ ഇത് നമ്മളെ പുതിയ ആളാണ്, നമ്മളെ പുതിയ സൂപ്പർവൈസറാണ് രാഹുൽ നവര്. രാഹുൽ സ്ഥലം കസ്റ്റമർ എന്നിട്ട് ഫുൾ ടൈം വർക്കാന്ന് രാഹുല്. നമ്മളെ സൂപ്പർവൈസർ ഒരു മാതിരി സൂപ്പർവൈസർ. നമ്മളെ സൂപ്പർവൈസർ ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. രാവും പകലെല്ലാം ഡ്യൂട്ടിയാണ്. വീട്ടിലെത്തിയാലും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുക്കും, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൊടുക്കും രാഹുല്. അങ്ങനെ നമ്മളെ സൂപ്പർവൈസർ ഭയങ്കര ഫാസ്റ്റ് ആണല്ലേ ഷബീറ? പിന്നെ ശാലിനി മോള് തിന്നാൻ വേണ്ടി വെയിറ്റ് കഴിച്ചോട്ടെ നമുക്കല്ല. അപ്പൊ ശ്രുതിന്റെ പ്രിയപ്പെട്ട സാധനം ഉണ്ട് അവിടെ. ശ്രുതി നല്ല കല്ലുമ്മക്കായുണ്ട്. അശ്വതി മോളെ എന്റെ കൈ കൊണ്ട് ഒരു കട്ടൻ അടിച്ചിട്ട് നമ്മളെ ചില ദിവസം എന്തെങ്കിലും ദേഷ്യം പെട്ട് ഞാൻ കലമ്പലുണ്ട്. എന്നാലും ചായ ഇടാൻ പറഞ്ഞ എനിക്ക് പേടി. ഇവിടെ വെള്ളം മുക്കിട്ടാണ് തരാന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? പണ്ട് കലമ്പിന് ദേഷ്യം പിടിച്ച് വീട്ടിൽ പോയ ആളതല്ലേ ഷബീറ? 7 മാസം കഴിഞ്ഞ് തിരിച്ചു തന്നെയാണ് നമ്മുടെ അശ്വതി മുത്ത്. അശ്വതി അല്ലേ അശ്വതി? അപ്പൊ ഒരുപാട് ആള് ചോദിച്ചോട്ടെ അശ്വതിന് ഇപ്പൊ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാലം നിർത്തിപ്പോയതാണ് കേട്ടോ. വീണ്ടും വന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് അല്ലേ? എൻജോയ്. ഇന്നത്തെ ദിവസത്തില് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ സുധി? അപ്പൊ ഏതായാലും ഇന്ന് ഇനി നമുക്ക് അശ്വതിന്റെ കട്ടൻ ചായയും നമ്മളെ കല്ലുമുക്കായും കൂടി അടിക്കേണ്ട സമയമായി സുധി. എന്തായാലും ഇന്നത്തെ വീഡിയോ മതിയായിരുന്നു. ശരി, എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.